അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള ട്രംപിന്റെ ഓരോ ചുവടുവെപ്പുകളും വളരെ ശ്രദ്ധയോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഏറെ ചർച്ചകൾക്ക് വഴിതെളിച്ച ഒരു പ്രസംഗമായിരുന്നു ബുധനാഴ്ച നടന്നത്. 2025 ഏപ്രിൽ 2 മുതൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് താരിഫുകൾ ഉയർത്തുമെന്നാണ് ട്രംപ് സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. രണ്ടാം ടേമിൽ അധികാരത്തിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള ആദ്യ US കോൺഗ്രസിലെ പ്രസംഗം ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളെ പിടിച്ചുലച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. ട്രംപ് അധികാരത്തിൽ പ്രവേശിച്ചതിന് ശേഷം രാജ്യങ്ങൾക്കുമേൽ താരിഫുകൾ ചുമത്തുന്നത് ഇതാദ്യമല്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ട്രംപ് അവതരിപ്പിച്ച റെസിപ്രോക്കൽ താരിഫുകൾ ഇന്ത്യ, ചൈന, യൂറോപ്യൻ യൂണിയൻ, ബ്രസീൽ, ദക്ഷിണ കൊറിയ, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾക്ക് വൻ തിരിച്ചടിയാണ്. US-ഉമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഇന്ത്യയെ US കോൺഗ്രസിലെ പ്രസംഗത്തിൽ അതിരൂക്ഷമായിട്ടാണ് ട്രംപ് വിമർശിച്ചത്. ഇന്ത്യ US-നോട് കാണിക്കുന്നത് അന്യായമാണെന്നും ഇതിനെതിരെ പ്രതികരിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. 48 വർഷത്തിനിടയിൽ ഏറ്റവും മോശമായ പണപ്പെരുപ്പമാണ് രാജ്യത്ത് അനുഭവപ്പെടുന്നതെന്നും സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാനാണ് മുൻഗണനയെന്നും അതിൽ വിജയിക്കുമെന്നും ട്രംപ് സമ്മേളനത്തിൽ വ്യക്തമാക്കി. മിക്ക രാജ്യങ്ങളും 4-8 വർഷം കൊണ്ട് നേടിയതിനേക്കാൾ കൂടുതലും 43 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ നേടിയിട്ടുണ്ടെന്നും അമേരിക്കയുടെ സ്വപ്നം കുതിച്ചുയരുവാണെന്നും അവ മുൻപത്തേക്കാളും വലുതും മികച്ചതുമാണെന്നും ട്രംപ് പ്രസംഗത്തിൽ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മറ്റു രാജ്യങ്ങൾ പതിറ്റാണ്ടുകളായി അമേരിക്കയ്ക്കെതിരെ താരിഫുകൾ ചുമത്തുന്നുണ്ട്. ഇന്ത്യ, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ നമ്മൾ ഈടാക്കുന്നതിനെക്കാട്ടിലും ഇരട്ടിയാണ് നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നതെന്നും ട്രംപ് അധികാരികളോട് പറഞ്ഞു. ഇന്ത്യ US-ന്റെ കയ്യിൽ നിന്നും വാഹന തിരുവയായി ഈടാക്കുന്നത് 100%-ലധികമാണ്. നമ്മൾ ഈടാക്കുന്നതിൻ്റെ 2 ഇരട്ടിയാണ് ചൈന നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നത്. അതുപോലെ തന്നെയാണ് ദക്ഷിണ കൊറിയയും ചെയ്യുന്നത്. അവ നമ്മുടെ കയ്യിൽ നിന്നും 4 ഇരട്ടിയാണ് കൈപ്പറ്റുന്നത്. ദക്ഷിണ കൊറിയയ്ക്ക് സൈനിക സഹായങ്ങളും മറ്റ് സഹായങ്ങളും US ചെയ്തിട്ടുണ്ട്. എന്നാൽ തിരിച്ച് US-നോട് ഒട്ടും നീതി പുലർത്താത്ത രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 2 മുതൽ പകരത്തിനു പകരം തിരിവ് ചുമത്തുമെന്ന നടപടികൾ ആരംഭിക്കുമെന്നും അവർ എന്ത് നികുതി ചുമത്തിയാലും നമ്മളും അവർക്കെതിരെ നികുതി ചുമത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. മറ്റു രാജ്യങ്ങൾ US-നെ അവരുടെ വിപണിയിൽ നിന്നും അകറ്റി നിർത്തുകയോ ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടുകയോ ചെയ്താൽ നമ്മളും അതുപോലെ തന്നെ ചെയ്യും. കാലാകാലങ്ങളായി മറ്റു രാജ്യങ്ങൾ US-നെ വഞ്ചിക്കുകയാണെന്നും ഇനിയും അത് അനുവദിക്കാൻ പാടില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഏപ്രിൽ 1 എന്നുള്ളത് മാറ്റി ഏപ്രിൽ 2 താരിഫുകൾ ആക്കിയത് ഏപ്രിൽ ഫൂൾ ദിനമായി ഒത്തുപോകണ്ട എന്ന് കരുതിയാണെന്നും ട്രംപ് സമ്മേളനത്തിൽ പറഞ്ഞു. വൈറ്റ് ഹൗസിൽ നടന്ന ആദ്യ സമ്മേളനത്തിലെ പ്രസംഗത്തിൽ ട്രംപ് ബൈഡൻ ഭരണകൂടത്തെ കുറ്റപ്പെടുത്താനും മറന്നില്ല. സാമ്പത്തിക നഷ്ടം പരിഹരിക്കാൻ ബൈഡൻ ഭരണകൂടത്തിനായില്ലെന്നും US-നെ സാമ്പത്തികമായി ഉയർത്താനുള്ള നടപടികളായിരിക്കും ഇനി നടക്കാൻ പോകുന്നതെന്നും ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപിന്റെ പുതിയ നിലപാടുകൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ഇന്ത്യൻ മരുന്നുകൾക്ക് അമേരിക്കയിൽ വലിയ ഡിമാൻഡാണ്. അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ജനറിക് മരുന്നുകളുടെ 50%-വും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതാണ്. അമേരിക്കൻ വിപണിയിൽ ഏകദേശം $8.7 ബില്യൺ മരുന്ന് കയറ്റുമതി ഇന്ത്യ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ താരിഫുകൾ ഉയർത്തുകയാണെങ്കിൽ ഈ മരുന്നുകൾക്ക് വില ഉയരും. അമേരിക്കൻ ഉപഭോക്താക്കളെ ഇത് നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യും. അമേരിക്കയെ ബാധിക്കുന്ന പോലെ തന്നെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ലാഭം കുറയ്ക്കുകയും കയറ്റുമതിയിൽ വൻ കുറവ് രേഖപ്പെടുത്തുകയും ചെയ്യും. അമേരിക്കൻ വിപണിയിൽ മരുന്ന് പോലെ തന്നെ ഡിമാൻഡുള്ള മറ്റൊന്നാണ് ഇന്ത്യൻ തുണിത്തരങ്ങൾ. നികുതി വർദ്ധിപ്പിച്ചാൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുടെ ചെലവും തുണിത്തരങ്ങളുടെ വിലയും കൂടും. ഇത് ഇന്ത്യൻ വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെയും കയറ്റുമതിക്കാരെയും ബാധിക്കും. പുതുക്കിയ നികുതി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം വഷളാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്.